ഇന്നത്തെ ഒരു എക്സാമും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഒരു കോൺവെക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ കുട്ടികളുടെ സ്കൂൾ അടച്ചു. പ്രശാന്തേട്ടൻ പതിവ് പോലെ നടക്കാൻ പോയി. അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഞാൻ അടുക്കളയിലെത്തി. ചോറൊക്കെ വെച്ചു. പിന്നെ നമുക്ക് കറിയിലേക്ക് കടക്കാം. കറി ഇന്ന് മാമ്പഴക്കറിയാണ് കേട്ടോ. മാമ്പഴക്കറി എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട കറിയാണ്. എൻ്റെ നല്ല വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കറിയാണ്. മാങ്ങ കുറച്ച് കിട്ടാൻ വൈകിയില്ലേ, അതുകൊണ്ട് ഇപ്പോഴാണ് മാമ്പഴക്കറിക്കുള്ള ഒരു ചാൻസ് കിട്ടിയത്. അങ്ങനെ മാങ്ങയും വെള്ളരിക്കൊക്കെ നന്നാക്കിയിട്ടു, വെള്ളം ഒഴിച്ചു, മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ചായ വെച്ചു. ചായ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടണമല്ലോ. ചായ തിരക്കിട്ട് കുടിക്കണോട് എനിക്ക് താല്പര്യമില്ല. ഈ പണിയുടെ ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ കുടിക്കാൻ പറ്റും, പക്ഷെ ഞാൻ അതൊന്ന് ഇരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി സമയം എടുത്ത് കുടിക്കണം എനിക്ക്. അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചു. ഇനി നമുക്ക് മാമ്പഴക്കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അങ്ങനെ മിക്സിയുടെ ജാറൊക്കെ എടുത്ത് നാളികേരട്ട്, ജീരകട്ട്, മുളക് കീറിയിട്ട് അങ്ങനെ നമ്മളത് അങ്ങോട്ട് അരച്ചു. വെയിലടിക്കുന്ന നോക്ക്. രാവിലെ ഈ ജനലിൻ്റെ അവിടെ നിന്ന് ഭയങ്കര വെയിലാണ്. എനിക്കത് കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടമായി. അതാ ഞാൻ എന്നെ തന്നെ നോക്കി നിന്നതാ ഫോണിൽ. നമ്മുടെ കറിയിലേക്ക് മോരൊക്കെ ഒഴിച്ച് വറുത്തിടാനുള്ള കറിവേപ്പിന് വേണ്ടിയിട്ട് കറിവേപ്പിൻ്റെ അടുത്ത് പോയി. അതൊക്കെ കഴിഞ്ഞ് കറി വറുത്തിട്ടപ്പോഴത്തേക്കും നടക്കൽ കഴിഞ്ഞ് പ്രശാന്തേട്ടൻ തിരിച്ചെത്തി. ഇന്ന് പ്രശാന്തേട്ടൻ ചാലക്കുടി വഴിക്കാണ് പോണേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മോൻ സ്കൂൾ ബസ്സിലല്ല പോയത്. ഞാൻ അച്ഛൻ്റെ കൂടെ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ മോനെ എന്നാൽ ഞാൻ ക്ലാസ്സിൽ ഇറക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി. ജാനുവിൻ്റെ ക്ലാസ്സൊക്കെ നേരത്തെ പൂട്ടിയിട്ടോ. അതുകൊണ്ട് തന്നെ ജാനു ഇതുവരെ എഴുന്നേറ്റിട്ടുമില്ല. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ആസ്വദിച്ച് സന്തോഷിക്കണം എന്നാണല്ലോ. അപ്പം നമുക്ക് ആസ്വദിച്ചൊന്നിരുന്ന് ചായയൊക്കെ കുടിക്കാം. അപ്പോഴത്തേക്കും ജാനു എഴുന്നേറ്റ് വന്നോളൂ. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായി. അത് കഴുകി കഴിഞ്ഞപ്പോഴേക്കും ജാനു എത്തി. രാവിലത്തെ പലഹാരം നൂലപ്പവും പാലാണ്. അപ്പോൾ ആ നൂലപ്പത്തിൽ പാലൊക്കെ ഒഴിച്ച് ജാനുവിന് റെഡിയാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ കോഴിപ്പോണ്ടിൽ പോയിട്ട് മീനിനൊക്കെ തീറ്റ കൊടുത്തു. ഞാൻ അതിൽ എങ്ങോട്ട് പോയാലും അവർ വിചാരം അവർക്ക് തീറ്റ കൊടുക്കാനാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അനക്കം കാണുമ്പോഴേക്കും അവർ ആ തീറ്റ കൊടുക്കണ അടുത്തേക്ക് വരും. അവർക്ക് നല്ല ഇണക്കായി തുടങ്ങി. ഇവരെയൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ സമയം പോണതേ അറിയില്ല. ഞാൻ കുറെ നേരം അവിടെ നോക്കിയിരുന്നു. അപ്പോഴത്തേക്കും ജാനു കുളിച്ച് സുന്ദരിക്കുട്ടിയായിട്ട് വന്നോട്ടാ. മുടി കെട്ടി കൊടുക്കാൻ ആള് വെയിറ്റിംഗ് ആയിരുന്നു. അവൾ ഏത് സമയവും ഇങ്ങനെ കെട്ടിപ്പിടിച്ചു ഉമ്മയും തന്നു. ഭയങ്കര എക്സ്പ്രസീവാണ്. ഇങ്ങനെ തുള്ളി തുള്ളി പാട്ടും പാടി സ്റ്റെപ്പും വെച്ച ആള് നടക്കുള്ളൂ. ഈ തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴു എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, അത് ഇവളെ ഉദ്ദേശിച്ചാണ് ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. തുള്ളി 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 പോയി. ലാപ്പിലിരുന്ന് പടം വരയ്ക്കലാണ് ഇപ്പോഴത്തെ ഹോബി അവളുടെ. ഞാൻ ഇന്നലെ മീൻ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് അതിലേക്കുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അത് അരിയാൻ നേരമില്ലാത്ത കാരണം ആ പേസ്റ്റ് ഇട്ടുന്നുള്ളൂ. അപ്പോഴാലോചിച്ച് ഉപ്പിട്ടിട്ടില്ലാന്ന്. അപ്പോഴെങ്കിലും ഓർത്തത് നന്നായി. ഉപ്പില്ലാണ്ട് വറുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഉപ്പിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അത് മീനിൽ പുരട്ടി സെറ്റാക്കി എണ്ണ ചൂടായപ്പോൾ ഓരോരോ കഷ്ണം പാനിലേക്ക് ഇട്ട് വറുത്തെടുത്തു. ഇന്ന് ചോറിൻ്റെ കൂടെ 2 മീൻ വറുത്തതും മാമ്പഴക്കറിയും ഒരു ഇത്തിരി അച്ചാറൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ.